എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ ഉള്ളത് പാലക്കാട്ടിലെ കുഴൽമന്നം എന്ന ഗ്രാമത്തിലാണ്. എൻ്റെ ബാക്കിൽ ഈ കാണുന്നത് കുഴൽമന്നത്തുള്ള ശ്രീ ഭരതക്ഷേത്രം. ഭരതപുരം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട് ക്ഷേത്രക്കുളവും. എന്നെ സ്നേഹിച്ച മനോഹരമായ ഈ ഗ്രാമം, ഇതിൽ കൂടുതൽ ഭംഗിയേറിയ ഒരു ഗ്രാമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഡിക്ഷണറിയിൽ ഞാൻ എഴുതി ചേർത്തിട്ടില്ല അതിനൊരു ഉത്തരം. ഇനി ഞാൻ പോകുന്നത് കുഴൽമന്നത്തെ പുൽപ്പൂരമന്നത്തുള്ള മരുതൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. ഇതാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ആ മനോഹരമായ മരുതൂർ ക്ഷേത്രം. ഇവിടെയുള്ള ജനങ്ങൾ ഈ ക്ഷേത്രത്തെ കുഴൽമന്നം കൊട്ടാരം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ക്ഷേത്രത്തിനു കിഴക്കുഭാഗത്ത് തന്നെ ഭംഗിയുള്ള ഒരു ക്ഷേത്രക്കുളം. എത്ര തിരക്കേറിയ സാഹചര്യത്തിലും ഇവിടെ ഈ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് ഒന്ന് എത്തിപ്പെട്ടാൽ നമ്മുടെ മനസ്സ് ശാന്തതയിലേക്ക് ഉയർന്നു പോകുന്ന ഒരു ദിവ്യ സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. കുഴൽമന്നം അഴകൊത്ത മഹാദേവൻ്റെ ആറാട്ട് മഹോത്സവത്തിന് ആന എഴുന്നള്ളപ്പ് ഇവിടെ നിന്നാണ് തുടങ്ങിപ്പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായി ഉപദേവതകളായി ബ്രഹ്മരക്ഷസ്, നാഗസന്നിധി, പിന്നെ ആൽത്തറയും ഭഗവതിയുടെ സന്നിധിയും കൂടിയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് കണ്ണൻ്റെ ഗോകുലാഷ്ടമി നാളിൽ ഉണ്ടാകുന്ന ഒത്തിരി ശോഭയാത്രകൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്നതും ഭഗവാനെ മനോഹരമായ അലങ്കാരത്തോടു കൂടിയുള്ള ആ ദിവ്യ ദർശന ഭാഗ്യവും ഉണ്ടായി. യാത്ര ചെയ്യണമെന്നുള്ള മോഹം മനസ്സിലുദിക്കുമ്പോൾ തന്നെ ആദ്യം എത്തിപ്പെടുന്നത് എൻ്റെ ഈ നാട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ ഒത്തിരി സ്നേഹാനുഭവങ്ങൾ മാത്രം നിറഞ്ഞ എൻ്റെ ആ മനോഹരമായ നാട്, അതാണ് ഈ കുഴൽമന്നം. അപ്പോൾ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാനും
എൻ്റെ നാടും എൻ്റെ കുഞ്ഞു യാത്രകളും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.